ഇറാൻ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ G7 ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളും പങ്കാളികളുമായും US കോൺഗ്രസ് നേതാക്കളുമായും ജോ ബൈഡൻ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ജേക്ക് സള്ളിവൻ പറഞ്ഞത്. മിസൈൽ, ഡ്രോൺ പ്രോഗ്രാമുകൾ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ ഇറാനെ ലക്ഷ്യമിട്ട് US പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇറാൻ പ്രതിരോധ മന്ത്രാലയം എന്നിവയെ പിന്തുണയ്ക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെയും ഉപരോധം തീർക്കുമെന്നും ജേക്ക് സള്ളിവൻ പറഞ്ഞു. ഇറാന്റെ മിസൈൽ പ്രോഗ്രാമുകൾക്ക് ഉപരോധം ഏർപ്പെടുത്തണമെന്ന് ഇസ്രയേലും സഖ്യകക്ഷികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ ആക്രമണത്തിന് മറുപടി നൽകുമെന്ന് ഇസ്രയേലി സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഫെർസി ഹലേവി മുന്നറിയിപ്പ് നൽകി. ഏപ്രിൽ 1 സിറിയയിലെ കോൺസുലേറ്റിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് ഇസ്രയേലിനെതിരെ ശനിയാഴ്ച ഇറാൻ ആക്രമണം നടത്തിയത്. പിന്നാലെ ഇനി ആക്രമണം തുടരാൻ താൽപ്പര്യമില്ലെന്നാണ് ഇറാൻ പ്രസിഡന്റ് അറിയിച്ചത്. ശത്രുവിനെ പാഠം പഠിപ്പിച്ചു, ഇനി ആക്രമണമില്ല. എന്നാൽ ഇറാനെ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ഇറാൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏപ്രിൽ 1 ദമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെയുണ്ടായ ആക്രമണത്തിന് നിയമാനുസൃതമായ മറുപടിയെന്നാണ് ഇപ്പോഴത്തെ ആക്രമണത്തെക്കുറിച്ച് ഇറാൻ പറയുന്നത്. UN ചാർട്ടറിലെ ആർട്ടിക്കിൾ 51 അനുസരിച്ച് നയതന്ത്ര സ്ഥാപനങ്ങൾ ആക്രമിച്ചാൽ പ്രത്യാക്രമണത്തിന് ഏതു രാജ്യത്തിനും അവകാശമുണ്ടെന്നും ഇറാൻ അവകാശപ്പെടുന്നു. ഇസ്രയേലിനെ തിരിച്ചടിക്കാതെ നിൽക്കുകയാണെങ്കിൽ തൽക്കാലം ഇറാൻ ഈ ആക്രമണത്തോടെ അടങ്ങിയിരിക്കാനാണ് സാധ്യത. പക്ഷേ ഇനിയും ആക്രമണത്തിന് മുതിർന്നാൽ ഇറാനിൽ നിന്ന് വലിയ പ്രതികരണമുണ്ടാകുമെന്ന് ഇറാനിന്റെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബാഖരി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇസ്രയേലിനെ തിരിച്ചടിക്കാതെ നിൽക്കുകയാണെങ്കിൽ തൽക്കാലം ഇറാൻ ഈ ആക്രമണത്തോടെ അടങ്ങിയിരിക്കാനാണ് സാധ്യത. പക്ഷേ ഇനിയും ആക്രമണത്തിന് മുതിർന്നാൽ ഇറാനിൽ നിന്ന് വലിയ പ്രതികരണമുണ്ടാകുമെന്ന് ഇറാനിന്റെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ബാഖരി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇസ്രയേലിനെ ഇനിയും ആക്രമണത്തിൽ പിന്തുണച്ചാൽ അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിടുമെന്നും ഇറാൻ ഭീഷണി മുഴക്കി. ഇറാനെതിരെ കൂടുതൽ സൈനിക നടപടികൾ വേണ്ടെന്ന നിലപാടാണ് ബൈഡൻ ഭരണകൂടത്തിനുള്ളത്. ഗാസയിൽ ഇസ്രയേൽ പ്രതിരോധ സേന നടത്തുന്ന വംശഹത്യ സമാനമായ ആക്രമണങ്ങൾക്കെതിരെയുള്ള പ്രതിരോധമെന്ന നിലയിൽ ഹൂതികളും ഹിസ്ബുള്ളയും ഇസ്രയേലിനെതിരെ പ്രത്യാക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ലെബനീസ് അതിർത്തിയിൽ നിന്നും ചെങ്കടലിൽ നിന്നുമാണ് പ്രധാനമായും ഇസ്രയേൽ ഭീഷണി നേരിടുന്നത്. തങ്ങൾക്കെതിരെ മിഡിൽ ഈസ്റ്റിൽ നിന്നുണ്ടാകുന്ന തിരിച്ചടികൾക്ക് പിന്നിൽ ഇറാനാണെന്നാണ് ഇസ്രയേലിന്റെ തുടക്കം മുതലുള്ള ആരോപണം. അമേരിക്കയും മറ്റു പാശ്ചാത്യ സഖ്യകക്ഷികളും ഇക്കാര്യത്തിൽ ഇസ്രയേലിനൊപ്പം നിന്ന് ഇറാനെ കുറ്റപ്പെടുത്തുന്നവരാണ്. മറുഭാഗത്ത് ഇറാൻ ആരോപിക്കുന്നത് അമേരിക്കയും ഇസ്രയേലും UKയുമെല്ലാം ചേർന്ന് മിഡിൽ ഈസ്റ്റിൽ അവരുടെ ആധിപത്യം സ്ഥാപിക്കുകയാണെന്നാണ്. ഇസ്രയേലിനെതിരെ ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയും സിറിയയിൽ നിന്ന് ഹൂതികളും നടത്തുന്ന ആക്രമണത്തിന് മറുപടിയായാണ് സിറിയയിലെ ഇറാന്റെ കോൺസുലേറ്റ് ഈ മാസം 1 ഇസ്രയേൽ ആക്രമിച്ചത്. ആക്രമണത്തിൽ ഇറാന്റെ ഒരു ജനറൽ ഉൾപ്പെടെ 7 സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പ്രതികാരമായിട്ടാണ് ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചത്. 110 ബാലിസ്റ്റിക് മിസൈലുകളും 36 ക്രൂസ് മിസൈലുകളും ഡ്രോണുകളുമായി 300 ആയുധങ്ങളാണ് ഇറാൻ ഇസ്രയേലിലേക്ക് തൊടുത്തത്. 6 മിസൈലുകളും 80 ഡ്രോണുകളും പശ്ചിമേഷ്യൻ പ്രദേശത്തുള്ള US സൈന്യവും ബ്രിട്ടീഷ് വ്യോമസേനയും ചേർന്ന് തകർത്തു.